നടി കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്നത്. ഇപ്പോൾ കീർത്തിയുടെ വരനെക്കുറിച്ചുള്ള ചില വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരൻ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരനെന്നാണ് സൂചന. കാമുകൻ ആന്റണി തട്ടിലുമായി ഡിസംബർ മാസത്തിൽ വിവാഹം നടക്കുമെന്നാണ് വിവരം. 15 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇരുവരും. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കീർത്തി സുരേഷ് ആന്റണിയെ പരിചയപ്പെടുന്നത്. ആന്റണി അന്ന് കോളേജിൽ പഠിക്കുകയാണ്. ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും ഈ വിവരം മാധ്യമങ്ങൾ അറിയാതിരിക്കാൻ ഇരുവരും പ്രത്യേകം ശ്രദ്ധിച്ചു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരനാണ് കൊച്ചിക്കാരനായ ആന്റണി തട്ടിലെന്നാണ് സൂചന. സ്വന്തം നാടായ കൊച്ചിയിലും ആന്റണിക്ക് റിസോർട്ട് ശൃംഖലയുണ്ട്. ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചില കമ്പനികളുടെയും ഉടമയാണ് ആന്റണി തട്ടിലെന്നാണ് വിവരം. 2008-2009 കാലഘട്ടത്തിലാണ് ഇരുവരും പ്രണയത്തിലായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മീഡിയയോട് അകലം പാലിക്കുന്ന ആന്റണി തട്ടിൽ സ്വകാര്യത നിലനിർത്താൻ താല്പര്യപ്പെടുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും പ്രൈവറ്റ് ആണ്. ഏതായാലും കീർത്തിയുടെ വിവാഹം ഡിസംബർ 11-12 തീയതികളിലായി ഗോവയിൽ വെച്ച് നടക്കുമെന്നാണ് വിവരം. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവാഹകാര്യം ഉടനെ കീർത്തിയും കുടുംബവും ഔദ്യോഗികമായി അറിയിക്കും. വീട്ടുകാരുടെ ആശീർവാദത്തോടു കൂടിയാകും വിവാഹം. താൻ സിംഗിൾ ആണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്നില്ല. കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ദേശീയ മാധ്യമങ്ങളിലടക്കം നിരവധി വാർത്തകൾ വന്നിരുന്നു. ചില നടന്മാരുടെ പേരുകളടക്കം കോടീശ്വരന്മാരായ ബിസിനസ് ടൈക്കൂണുകൾ വരെയുള്ള ആളുകളുടെ പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ വാർത്തകൾ വ്യാജമാണെന്നും മകളുടെ വിവാഹമുണ്ടായാൽ അറിയിക്കുമെന്നും ചൂണ്ടിക്കാട്ടി കീർത്തിയുടെ മാതാപിതാക്കളായ മേനക സുരേഷും സുരേഷ് കുമാറും രംഗത്ത് വരുന്നതോടെ വാർത്തകൾ കെട്ടടങ്ങാറുണ്ട്. എന്നാൽ ഈയിടെയായി വീണ്ടും കീർത്തിയുടെ വിവാഹ വാർത്തയാണ് ദേശീയ മാധ്യമത്തിലടക്കം പ്രചരിക്കുന്നത്. 2023 തന്റെ സുഹൃത്തിനെ കാമുകനെന്ന് സൂചിപ്പിച്ചു വന്ന റിപ്പോർട്ടിനെതിരെ കീർത്തി സുരേഷ് രംഗത്ത് വന്നിരുന്നു. തന്റെ സുഹൃത്തിനെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട, തന്റെ ജീവിതത്തിലെ യഥാർത്ഥ മിസ്റ്ററി മാൻ ആരാണെന്ന് സമയമാകുമ്പോൾ വെളിപ്പെടുത്താമെന്നായിരുന്നു അതിന് കീർത്തി സുരേഷ് നൽകിയ പ്രതികരണം. അതേസമയം കീർത്തി സുരേഷിനെ കുറിച്ച് അടുത്തിടെ സംവിധായകൻ ആലപ്പി അഷ്റഫും സംസാരിച്ചിട്ടുണ്ട്. സ്നേഹബന്ധങ്ങൾക്കോ സുഹൃത്ത് ബന്ധങ്ങൾക്കോ കീർത്തി സുരേഷ് ജാതിയോ മതമോ നോക്കാറില്ല എന്നും അത് തനിക്ക് നന്നായി അറിയാവുന്നതാണ്, നിങ്ങൾക്കും താമസിയാതെ അത് ബോധ്യപ്പെടുമെന്ന് താൻ ഉറപ്പു തരുന്നു എന്നാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞത് വിവാഹത്തിന്റെ സൂചനയല്ലേ എന്നായിരുന്നു ആലപ്പി അഷ്റഫിനോട് പ്രേക്ഷകർ ചോദിച്ചത്. കീർത്തിയുടെ വിവാഹത്തെക്കുറിച്ച് ആലപ്പി അഷ്റഫ് പരോക്ഷമായി സൂചിപ്പിച്ചതാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. വിവാഹ സൂചന അവസാന ഭാഗത്ത് വരുന്നുണ്ടല്ലോ എന്ന കമന്റിന് ആലപ്പി അഷ്റഫ് ലൈക്കും ചെയ്തിരുന്നു. അതോടെ കീർത്തിയുടെ വിവാഹം തീരുമാനിച്ചു എന്ന അഭ്യൂഹങ്ങളും ശക്തമാവുകയായിരുന്നു. ഇതിനോടകം നടി കീർത്തി സുരേഷിന്റെ പ്രണയബന്ധങ്ങളെക്കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട്. കീർത്തി സുരേഷ് വിവാഹം ചെയ്യാൻ പോകുന്നത് ഒരു സ്വർണ്ണ വ്യാപാരിയുടെ മകനെയാണെന്നും 13 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹമെന്നുമുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ദുബായ് ബേസ്ഡ് ബിസിനസ്സുകാരനായ ഫർഹാനാണ് കീർത്തിയുടെ കാമുകൻ എന്നായിരുന്നു നേരത്തെ സോഷ്യൽ മീഡിയ കണ്ടെത്തിയത്. പ്രചരിക്കുന്ന വാർത്തകൾ പ്രകാരം മുസ്ലിം കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ഫർഹാൻ. 13 വർഷമായുള്ള ബന്ധമാണെന്നും ഏറ്റെടുത്ത സിനിമാ തിരക്കുകൾക്ക് ശേഷം വിവാഹമുണ്ടാകുമെന്നുമാണ് മാസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തകളിലും കേട്ടത്. എന്നാൽ അപ്പോഴും കീർത്തി സുരേഷും കുടുംബവും വാർത്തകൾ നിഷേധിച്ചിരുന്നു. കല്യാണത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ട് താൻ ഞെട്ടിപ്പോയെന്നും ഇപ്പോൾ തന്നെ ഒരു 3-4 തവണ തന്റെ വിവാഹം കഴിഞ്ഞുവെന്നുമാണ് കീർത്തി അന്ന് പ്രതികരിച്ചത്. അതേസമയം കീർത്തിയുടെ വിവാഹം എല്ലാവരെയും അറിയിക്കുമെന്നാണ് മാതാപിതാക്കളായ മേനകയും സുരേഷ് കുമാറും പറഞ്ഞത്. അതിനുശേഷം സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രനുമായി പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ കീർത്തിയുടെ മാതാപിതാക്കൾ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ചുകാലം വിവാഹ ഗോസിപ്പുകളൊന്നും തന്നെ വന്നിരുന്നില്ല. നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും നടി മേനക സുരേഷിന്റെയും ഇളയ മകളാണ് കീർത്തി സുരേഷ്. മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി സുരേഷ് നായികയായി തുടക്കം കുറിക്കുന്നത്. തമിഴകത്തേക്ക് കടന്നതോടെ വലിയ അവസരങ്ങൾ നടിക്ക് ലഭിച്ചു. തെലുങ്കിൽ ചെയ്ത മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സുരേഷ് സ്വന്തമാക്കി. ബേബി ജോൺ ആണ് കീർത്തിയുടെ റിലീസ് ചെയ്യാനുള്ള പുതിയ സിനിമ. നടിയുടെ
കീർത്തിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണ് ബേബി ജോൺ. വരുൺ ധവാൻ നായകനാകുന്ന സിനിമ തമിഴ് ചിത്രം തേരിയുടെ ഹിന്ദി റീമേക്കാണ്. തേരി സംവിധാനം ചെയ്ത ആറ്റ്ലി തന്നെയാണ് ബേബി ജോണും ഒരുക്കുന്നത്. കരിയറിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത ശേഷമാണ് കീർത്തി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. സിനിമാ കുടുംബത്തിലെ അംഗമാണെങ്കിലും കരിയറിൽ മുന്നേറുക കീർത്തിക്ക് എളുപ്പമായിരുന്നില്ല. വിജയപരാജയങ്ങൾ ഇടയ്ക്കിടെ വന്നു. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇടയ്ക്ക് പറ്റിയ പിഴവുകൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി. പൊന്നിയിൻ സെൽവൻ ഉൾപ്പെടെയുള്ള സിനിമകൾ കീർത്തി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതേസമയം മികച്ച സിനിമകളുടെ ഭാഗമാകാനും കീർത്തി സുരേഷിന് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നടി അധികം സിനിമകൾ ചെയ്തിട്ടില്ല. വാശിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ കീർത്തിയുടെ ചിത്രം. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ കീർത്തി ഇന്ന് ശ്രദ്ധാലുവാണ്. മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനാണ് നടി ശ്രമിക്കുന്നത്. ബാലതാരമായാണ് കീർത്തി സുരേഷ് സിനിമയിലേക്ക് എത്തുന്നത്. കുബേരൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി വേഷമിട്ട ശേഷം കീർത്തി സുരേഷ് നായികയായി വേഷമിട്ടത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലാണ്. പഠനത്തിനിടെ വീണ് കിട്ടിയ സെമസ്റ്റർ ഇടവേളയിലാണ് കീർത്തി സുരേഷ് ഈ സിനിമയിൽ വേഷമിടുന്നത്. മോഹൻലാൽ നായകനായ ഗീതാഞ്ജലി വേണ്ടത്ര വാണിജ്യ വിജയം നേടിയിരുന്നില്ല. 2015 മുതൽ കീർത്തി സുരേഷ് മലയാളത്തിന് പുറത്തുള്ള ഭാഷകളിലെ ചിത്രങ്ങൾക്ക് ഒപ്പുവെച്ച് തുടങ്ങി. ഏതായാലും താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.